ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കരുത്തുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന് ഏറ്റവും വിശ്വാസവും അടുപ്പവുമുള്ളത് ഗബ്രിയോടാണ്. എന്നാൽ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് വീട്ടിനകത്തും പുറത്തും ഒരുപോലെ പ്രേക്ഷകരുടെ വിമർശനം നേരിടുന്ന ഒന്നാണ്. ഷോ തുടങ്ങി 2-ാം ദിവസം തന്നെ ജാസ്മിനും ഗബ്രിയും കൂട്ടായതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ഇരുവരും പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്തു വന്ന ലവ് ട്രാക്ക് കളിക്കുകയാണോ എന്നൊക്കെ പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും ഉന്നയിക്കുന്ന സംശയമാണ്. സഹമത്സരാർത്ഥികൾക്കെല്ലാം ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ചോദ്യം ചെയ്തപ്പോഴും തകരാതിരുന്ന ജാസ്മിൻ വീട്ടിനകത്തേക്ക് 6 വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ കൂടി എത്തിയതോടെ അല്പം തകർന്ന അവസ്ഥയിലാണിപ്പോൾ. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിൻ കരുതും പോലെയല്ല എന്ന സൂചന സായി കൃഷ്ണ ജാസ്മിന് നൽകിയിരിക്കുകയാണ്. തൻ്റെ ഫാമിലിയെയും പ്രതിശ്രുത വരനെയുമെല്ലാം വീട്ടിനകത്ത് ഗബ്രിയും താനും തമ്മിലുള്ള സൗഹൃദം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ജാസ്മിൻ അല്പം ഡൗൺ ആയിട്ടുണ്ട്. ഗബ്രിയുമായുള്ള അടുപ്പം പുറത്ത് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെന്നും ജാസ്മിൻ ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുന്നു. തൻ്റെ ഭയങ്ങളും ആശങ്കകളും ബിഗ് ബോസിനോട് പങ്കുവയ്ക്കുന്ന ജാസ്മിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കൺഫെഷൻ റൂമിലെത്തിയ ജാസ്മിനോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ബിഗ് ബോസ് തിരക്കിയപ്പോൾ വലിയ സുഖമൊന്നുമില്ല, മനഃശാസ്ത്രജ്ഞനെ കാണണം എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. എന്തു പറ്റിയെന്ന് ബിഗ് ബോസ് വീണ്ടും ചോദിച്ചപ്പോൾ ജാസ്മിൻ തൻ്റെ ആശങ്കകൾ പങ്കുവച്ചു. പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വന്നവരുടെ രീതിയിൽ നിന്നെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊന്നും വരുന്നില്ല, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്നും ഹിൻ്റ് ലഭിക്കുന്നുണ്ട്, നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതിനും മുകളിൽ വേറെ എന്തൊക്കെയോ തലത്തിൽ ആവുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒന്ന് കരയാൻ പറ്റുന്നില്ല, വിഷമങ്ങൾ അടക്കാൻ പറ്റുന്നില്ല എന്ന് ജാസ്മിൻ പറയുകയാണ്. വരുന്നവർക്ക് പല പ്ലാനുകളും ഉണ്ടാകും, അത് മനസ്സിലാക്കി കളിക്കുക, നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ് എന്നൊക്കെയാണ് ബിഗ് ബോസിൻ്റെ മറുപടി.